മാനേജ്മെന്റ് സൈഡും പീപ്പിൾ സൈഡിലും നിൽക്കുന്നതുകൊണ്ട് ഇത് എപ്പോഴും ഒരു പ്രോബ്ലമാണ്. ഞങ്ങൾ എപ്പോഴും നെഗറ്റീവ് ഫീഡ്ബാക്സ് മാത്രം ഏറ്റെടുക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് ഡോക്ടേഴ്സായിട്ട് എന്താ ഉപയോഗം? ഞാൻ എക്കണോമിക്സ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ പൈസ ഉണ്ടാക്കാം. പക്ഷെ ഇന്നിപ്പോൾ ആ സെഷനിൽ ഇരുന്നപ്പോൾ എനിക്ക് ശരിക്കും ഐ കുഡ് ഫീൽ അമ്മയെ കണ്ടു. എനിക്ക് സത്യം നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തിരിച്ചു വരാൻ തോന്നിയില്ല. കുറേ കാര്യങ്ങൾ എനിക്ക് പറയണമായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് ഈ ഒരു ഇൻഷുറൻസ് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പീക്ക് പോയിന്റ് വരെ എത്തും. പക്ഷെ ആ ഒരു കൺവേർഷൻ അവിടെ നമ്മൾ എന്താ പിച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള. എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പുള്ളിയുടെ വീട്. അവരുടെ വർക്ക് അറ്റ്മോസ്ഫിയർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ടാസ്ക്കാണ്. പിന്നെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയ തലവേദനയാണ്. ഇതെല്ലാം എന്താ പറയുക, സ്റ്റിൽ ഐ ഫീൽ അതിൻ്റെ കൈയൊക്കെ സംഭവം ഒരു കോൾഡാണ്. ഇപ്പോൾ എനിക്കറിയില്ല. ഇപ്പൊ സമയം ഏകദേശം 8:55 ഞാൻ ഇപ്പൊ നമ്മുടെ ചേട്ടനെ പോയി പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഹൈസിന്തിലോട്ടാണ് പോകുന്നത്. ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി പുള്ളിയുടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടക്കുകയാണ്. അപ്പൊ ആ ഇവന്റിന്റെ ഫുൾ ഒരു വ്ളോഗ് പോലെ എന്താണ് ബിഹൈൻഡ് ദ സീൻസ്. പിന്നെ ഞാൻ ആക്ച്വലി കുറച്ച് എക്സൈറ്റഡ് ആണ്, കാരണം പല ഡിഫറെന്റ് ഫീൽഡ്സിലുള്ള ആളുകളാണ് അവിടെ ഇന്ന് ഒരു പാർട്ടിസിപ്പൻസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പം അവരെയൊക്കെ കാണാം, അവരെയൊക്കെ കണ്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതിനെ പറ്റി ഇപ്പൊ ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നോ ഇതെങ്ങനെയാണ് എടുത്ത് തീർക്കുന്നതെന്നോ ഒന്നും എനിക്ക് പ്രോപ്പർ ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. അപ്പം പുള്ളിയായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പൊ അതിന്റെ ഫുൾ ഒരു വ്ളോഗായിട്ട് കാണാം. എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പുള്ളിയുടെ വീട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എത്തി. അവിടെ നിൽക്കുകയാണെങ്കിൽ കാണാം പുള്ളി കോട്ടൊക്കെ ഇട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുന്നു. ഞാൻ കാണിച്ചു തരാം. തോണ്ട് വരുന്നു. അയ്യോ, നമുക്ക് അവിടെ ചേട്ടാ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെയാണ്? ഇന്നത്തെ പ്രോഗ്രാം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ചലഞ്ചായിട്ട് തോന്നും. കാര്യം എന്ന് വെച്ചാൽ ഐ എം ടേക്കിംഗ് എ കോൺഷ്യസ് ലീഡർഷിപ്പ് വർക്ക്ഷോപ്പ്. ചലഞ്ച് ട്രെയിനിങ് എടുക്കുന്നതുകൊണ്ടല്ല, അതിനകത്ത് വരുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഹെറ്ററോജനസ് ആണ്. ഇപ്പൊ 20-year-old ഗേൾ മുതൽ 85-year-old ആയിട്ടുള്ള ഒരു വെറ്ററൻ പാർട്ടിസിപ്പന്റ് വരെ ഉള്ള ഒരു സെഷനാണ്. അപ്പോൾ ഐ സ്ട്രോങ്ലി ബിലീവ് ഒരു ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നൊരു ഹാബിറ്റ് ആൾക്കാർക്ക് ഉണ്ടാവണം. ലേണേഴ്സ് ആർ ലീഡേഴ്സ് എന്ന് പറയും. പലപ്പോഴും ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം മാറുമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. കാര്യം നമ്മളെപ്പോഴും ഒരു ദിവസം കോളേജിൽ പോയിട്ടല്ലല്ലോ ഡിഗ്രി എടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് വളരെയധികം വിജയിച്ചിട്ടുള്ള എല്ലാ ബിസിനസ്സുകാരുടെയും എല്ലാ ഓർഗനൈസേഷൻസിനും ഉണ്ട് ഒരു ലേണിംഗ് ബിഹേവിയർ. അങ്ങനെയുള്ളവർ മാത്രമാണ് വിജയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും ഇഫ് ഐ ക്യാൻ add a little bit on that, I'll be very happy. ഈ പ്രോഗ്രാമിലെ എക്സ്പെക്ടേഷൻസ് എന്താണ്? This is all about leadership na keto and emotional intelligence. As you know, HR nu parayunnathu it's all about managing people. We are actually working closely with people. So enikippo leadership and emotional intelligence nu parayumbo how it's actually working, since it's all about people management. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ആക്ച്വലി ഐ വാണ്ടഡ് ടു അറ്റൻഡ്. എൻ്റെ പേര് മീര തമ്പി എന്നാണ്. ഞാൻ സ്റ്റുഡൻറ് കൗൺസിലറാണ് സർവോദയ നാലാഞ്ചിറ സ്കൂളിലെ. ആക്ച്വലി ഞാൻ സർവോദയയിലാണ് പഠിച്ചത്. ആണ്? ഏത് ബാച്ച്? 2016-18 പാസ് ഔട്ടാണ്. 16 ICSE കഴിഞ്ഞു, 18 CBSE-യിലായിരുന്നു. 16 ഞാനുണ്ട് അവിടെ. കണ്ടിട്ടില്ല. ക്ലാസ് ടീച്ചർ ആരായിരുന്നു? 1000-ഓളം ചെറുതും വലുതുമായിട്ടുള്ള പ്രോജക്ട്സുകളും 25+ കോർ ടീം മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ട്രിവാൻഡ്രത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു ജലശുദ്ധീകരണ സ്ഥാപനവും കേരളത്തിലെ മികച്ച 10 കമ്പനികളുള്ള ഒരു കമ്പനി ആവാനും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് ചെയ്യുമ്പോൾ പ്രവീൺ കമലമ്മ സാറിൻ്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് എൻ്റെ കമ്പനിയുടെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു മാർഗ്ഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ആക്ച്വലി നമ്മൾ രണ്ടുപേരും ഒരു മാനേജർ ലെവൽ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ഒരുപാട് സ്റ്റാഫ്സ് ഉള്ളൊരു കമ്പനിയാണ്. അപ്പം ഇവരെല്ലാവരെയും കൂടി ഒരുമിച്ച് ഒരു രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. കാരണം ഓരോരുത്തരും ഓരോ ലെവലിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവരുടെ വർക്ക് അറ്റ്മോസ്ഫിയർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് കുറച്ച്
ടഫായിട്ടുള്ള ടാസ്ക്കാണ്. മെയിനായിട്ട് നോക്കുന്നത് നമ്മളൊരു ടീം വർക്ക് കുറച്ചുകൂടെ ഒരു എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ സ്റ്റാഫ്സ് ആകുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ചിലവരുടെ ഇടയിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവും. അത് മാത്രമല്ല കുറച്ച് ലേറ്റായിട്ട് ഒരു മൈൻഡേതായിട്ടുള്ള ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു ടൈമിൽ നമുക്കതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അവരെങ്ങനെ കുറച്ചുകൂടെ നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും, ആ ഒരു രീതിയൊക്കെയാണ് ഞാനും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ടീം വർക്ക്, നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടാവണം. അതായത് അവിടെ ചെന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു മാനേജർ ലെവൽ പൊസിഷനിലോട്ട് നമ്മുടെ കുറച്ചുകൂടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് വന്നേക്കുന്നത്. നോർമലി പീപ്പിൾ ടോക്ക് അബൌട്ട് ലീഡർഷിപ്പ്, പക്ഷേ കോൺഷ്യസ് ആയിട്ട് എങ്ങനെ വി ക്യാൻ ബി ലീഡിങ് പീപ്പിൾ, വി ക്യാൻ ലീഡ് അവർ സെൽസ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ലീഡ് അതർ പീപ്പിൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി വെൻ ദ പ്രോഗ്രാം വാസ് അനൗൺസ്ഡ്. അത് കാരണമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ അതായിരിക്കും എൻ്റെ ഒരു മെയിൻ സോർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ബി എ കോൺഷ്യസ് ലീഡർ. അപ്പോൾ ഇപ്പോഴേ വേണമെങ്കിൽ ഒരു വിമുക്ത പഠനം എന്ന് പറയാം. പിന്നെ കൃഷികളൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ മക്കൾ രണ്ടും മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഇപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിലായിരുന്നു. മൂത്തയാളിപ്പോൾ കേമൻ ഐലൻഡിലേക്ക് പോയി. കാരണം കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക്, അവിടെ ടാക്സ് കുറവാണ്. അപ്പോൾ അവിടെ പോയി സുഖമായിട്ട് ജീവിക്കുന്നു. വേറെ പ്രശ്നം 4 കുട്ടികളുണ്ട്. അവരുടെ മൂത്തയാളിൻ്റെ മകൻ ലിസ്റ്റർ യൂണിവേഴ്സിറ്റി, മോക്കറിയാം, ലിസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻ്റാണ്, 3rd ഇയർ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സായിട്ട് എന്താ ഉപയോഗം? ഞാൻ എക്കണോമിക്സ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ പൈസ ഉണ്ടാക്കാം. അപ്പോൾ അതൊരു ഇതാണ്, അവർ സമ്മതിച്ചു. അപ്പോൾ അവനതിൽ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കുട്ടികൾ ചെയ്യുന്നു. അതാണ് അത്. ഈ കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്തല്ലേ. അപ്പൊ അന്ന് തൊട്ട് ഈ ഒരു ഇൻഷുറൻസ് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പിക് പോയിന്റ് വരെ എത്തും. പക്ഷെ ആ ഒരു കൺവേർഷൻ, അവിടെ നമ്മൾ എന്താ പിച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. പിന്നെ നമ്മുടെ റിപ്പോർട്ടിംഗ് മാനേജേഴ്സ് ഒക്കെയാണ് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ അത് സാർ കറക്റ്റായിട്ട് പിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് അത്രത്തോളം ഉള്ളതുകൊണ്ട്, ഞാനിപ്പോൾ പുതിയതായിട്ട് വന്നുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു പ്രോബ്ലം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എന്ത് ചെയ്യാം, അതെങ്ങനെ എനിക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, അതെങ്ങനെ എനിക്ക് ക്യാച്ച് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരാളടുത്ത് പിച്ച് ചെയ്യാം, ആ ഒരു നാവിഗേഷനിലാണ് ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനെയാണ് സാറിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒന്നത് അറ്റൻഡ് ചെയ്ത് നോക്കാം, എനിക്ക് എങ്ങനെയാണ് അത് ബെനിഫിറ്റ് ആകുന്നത്. എനിക്ക് ബെനിഫിറ്റ് ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു ലീഡർഷിപ്പിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പിച്ചിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് എനിക്കത് ബെനിഫിറ്റ് ആയിരിക്കുമോ. ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കത് എങ്ങനെ ബെനിഫിറ്റ് ആവുന്നു ഞാൻ പറയാം. ക്രിയേറ്റീവ് ഫീൽഡാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടൈം ബോണ്ടായിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങനത്തെ പെട്ടെന്ന് സ്ട്രെസ് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽഡല്ല, കുറച്ചുകൂടെ നമുക്ക് ചിന്തിക്കേണ്ടതല്ലേ. അപ്പോൾ അതെങ്ങനെ നമുക്ക് വളരെ സ്ട്രെസ്ഫുൾ ഫീൽഡിൽ എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കാമായിട്ട് ജീവിതം മുന്നോട്ട് ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് വന്നത്. എങ്ങനെ ലീഡ് ചെയ്യാം, എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാം ലെവൽ. ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ടീച്ചർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ക്ലിയറൻസ് ഉണ്ടാവുമല്ലോ, എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യുക എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ്, എൻ്റെ വൈഫ് തന്നെയാണ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ്, അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ ടെൻഷൻ പിടിച്ചൊരു മേഖലയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ലേബേഴ്സിനെ മാനേജ്, നമുക്ക് ലീഡർഷിപ്പ് സ്കില്ലുണ്ട് എങ്കിൽ പോലും ഒരുപാട് വലിയൊരു ലാർജ് ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ, ഞാൻ വലിയ രീതിയിൽ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലോട്ട് പോകുമ്പോൾ ഈ ഒരു ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ എനിക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കിട്ടും എന്നുള്ളതാണ്, അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചലഞ്ചിങ് ഒന്നാണ് കേട്ടോ. അതൊരു ആക്ച്വലി നമ്മുടെ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ താങ്ക്ലെസ് ജോബ്. ഓക്കെ, കാര്യം എന്ന് വെച്ചാൽ പലരും വന്ന് പല കാര്യങ്ങളും ഹെൽപ്പ് സീക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നമ്മളെ അവോയ്ഡ് ചെയ്യും. സോ ഞാൻ പഠിച്ച ഒരു ലെസൺ എന്താണെന്ന് വെച്ചാൽ കഴിയുന്നത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന് കൗൺസിലിങ്ങിന് പോകരുത് എന്നുള്ളത്. അതൊരു ഫാക്റ്റാണ്, ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നത് അത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡീൽ ചെയ്യുന്നത് ഡിഫറെൻറ്റ് നാഷണാലിറ്റീസിനെയാണ്. എസ്പെഷ്യലി യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെയാണ് കൂടുതലും നമ്മുടെ ക്ലൈൻറ്റേൽസ്. പിന്നെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയ തലവേദനയാണ്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മളൊന്ന് ഷാർപ്പൺ ചെയ്യാം. അപ്പം പലരും പല മൈൻഡ് സെറ്റിലാണ് നമ്മളടുത്തേക്ക് വരുന്നത്. അപ്പോൾ അവരെ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇവിടുന്ന് കിട്ടുന്ന ഒരു ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി എൻ്റെ സ്ഥാപനത്തിൽ സ്റ്റാഫ് റിട്ടൻഷനാണ്. അപ്പം എനിക്ക് ആ ഒരു ഏരിയ എനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുമായിട്ട് എനിക്ക് നല്ലൊരു ഇൻസൈറ്റ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ക്ലാസ്സിലൂടെ. താങ്ക് യു. മെഡിക്കൽ കോളേജ് ഇന്റലക്ച്വലാണ് ജിതു കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഐ ആം എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്. വി ആർ വാട്ട്? എ വെരി സിമ്പിൾ ഹ്യൂമൻ ബീയിങ്.
Then I am identified with a nation. ഇപ്പൊ എന്തായി? I am Indian, I am Pakistani, I am European. Now I am ready to kill someone because I am identified with a nation. Otherwise, who am I? I'm a simple life. Then I am identified with a religion. I became Hindu, I became Christian, I became Muslim. Then again I am ready to kill others. ഈ ഐഡന്റിഫിക്കേഷൻ ആണെന്ത് ഏറ്റവും വലിയ പ്രോബ്ലം. ഇൻ റിയാലിറ്റി ഹു ആർ യു? യു ആർ എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്. യു ആർ എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്. പിന്നെ ഡോക്ടറായി, എഞ്ചിനീയറായി, ഇല്ലേ, ഹിന്ദുവായി, ക്രിസ്ത്യാനിയായി, മുസ്ലിം തമ്മിൽ കണ്ടാൽ അറിയാതായി, ഇല്ലേ, ഇന്ത്യ ഭ്രാന്താലയമായി എന്ന് പണ്ട് പലർ പാടിയത് അതുകൊണ്ടോ? ഇതാണ് വിഷയം. ഐഡന്റിഫൈങ്. അപ്പൊ അയാൾ പറഞ്ഞു ദിസ് കൈൻഡ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഈസ് ഓൺലി എ വെർബൽ റിയാലിറ്റി. ഓൺലി എ വെർബൽ റിയാലിറ്റി. ഇന്നിപ്പോ ജനിച്ചത് ഇന്ത്യയിലായി പോയതുകൊണ്ട് നമ്മൾ എന്തായത്? ഇന്ത്യൻ ആയത്. പാകിസ്ഥാനിലായിരുന്നു എന്തായിരുന്നു? പാകിസ്ഥാനി ആയനെ. ഇപ്പൊ ജനിച്ചു പോയപ്പോ എങ്ങനെ ഹിന്ദു മതത്തിലായതുകൊണ്ടാണ് എന്തായത്? ഹിന്ദു ആയത്, അല്ലെങ്കിൽ ഇസ്ലാം ആയത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയത്. അല്ലെങ്കിൽ നീ എന്താവുമായിരുന്നു? എസെൻഷ്യലി നീ വെറും ഒരു എന്താണ്? യു ആർ ജസ്റ്റ് എ ഹ്യൂമൻ ബീയിങ്. ഭയങ്കര പ്രൊഫൗണ്ട് തിങ്കിങ് അത്. ഇതങ്ങ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് മറ്റൊന്ന് നമ്മൾ വെറുതെ പിന്നെ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജനിച്ചു വളർന്ന പ്രാക്ടീസസ് ഒക്കെ നല്ലതാ. അല്ലാതെ വെറുതെ നമ്മൾ കിടന്ന് ഇതൊക്കെ കയറ്റി പിടിച്ചിട്ട് നമ്മുടെ ആൾക്കാർ തന്നെ അവിടെ നിൽക്കുന്നു. Man is born free, but everywhere he is in chains. Chain of a nation, chain of a religion, chain of a family, chain of a society, chain of everything. But he is, അതാര് പറഞ്ഞതാ? Man is born free, but everywhere he is in chains. Rousseau. Thank you so much. Thank you. Yeah, now we can wind up because time is up. ഒരുപാട് പേർക്ക് പോകണം. But thank you so much for coming. Thanks, clear ആണ്. Very much nice. എന്തെങ്കിലും ചർച്ചകളുണ്ട്? പിന്നെ ഐ എം അവെയർ ഓഫ് മൈ ലിമിറ്റേഷൻസ് ആൻഡ് ബ്ലൈൻഡ് സ്പോട്ട്സ്. അത് ഭയങ്കര സംഭവമായിട്ടോ. ഐ ഷുഡ് നോ ലിമിറ്റേഷൻസ്. ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്നറിയാമോ? എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്? മാഡം ബ്ലൈൻഡ് സ്പോട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. അതൊരു വലിയ വശമായിരിക്കും. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ ഞാൻ ഈ ബ്ലൈൻഡ് സ്പോട്ട് മനസ്സിലാക്കുന്ന നമ്മുടെ ബസ്സില്ലേ, ബസ്സിലെ കണ്ടക്ടർ ഡ്രൈവറിന് ചില ഭാഗങ്ങൾ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയും പ്ലീസ് അവോയ്ഡ് ബ്ലൈൻഡ് സ്പോട്ട്സ്. കാരണം യു വിൽ അതർവൈസ് യു വിൽ ബി മീറ്റ് വിത്ത് സം കണ്ടിൻജൻസി. അപ്പം യു ഷുഡ് റിയലൈസ് വാട്ട് ബ്ലൈൻഡ് സ്പോട്ട്സ്. അല്ലാതെ ഒരു ഭയങ്കര നമ്മുടെ എനിക്ക് എന്നെ പോലെ ആയിരിക്കില്ല മാഡം. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഐ ഷുഡ് സീ ഐ ക്യാൻ ഓവർകം ദാറ്റ് ആൻഡ് ഐ ക്യാൻ ലേൺ ഫ്രം ഇറ്റ്. ആ രീതിയിൽ നമുക്ക് ആക്ച്വലി ഞാൻ യോഗ മെഡിറ്റേഷൻ കുറേ നാളായിട്ട് പഠിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. മൈ ഹസ്ബൻഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെഡിറ്റേഷൻ ചെയ്യണമെന്ന്. പക്ഷേ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 5 മിനിറ്റ്സിൻ്റെ ഒരു മെഡിറ്റേഷനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും അത് ഏതൊക്കെ തരത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നുള്ളതും നമ്മുടെ കാംനെസ്സിനെ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ഹാപ്പി മൂഡിലോട്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കത് ഹെൽപ്പ് ചെയ്തു. നമ്മളെപ്പോലെയുള്ളവർ സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞാൽ ഓക്കെ, അത് കഴിഞ്ഞു ഇനി നമ്മൾ ക്ലാസ്സിന് പോകണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ ഒരു ജനറേഷൻ. ബട്ട് അങ്ങനെ അല്ല, ഇതും എൻജോയ് ചെയ്യുന്ന ആളുണ്ട്, ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുമെന്ന് വേറൊരു ലെസൺ ആയിരുന്നു. അങ്ങനെ ലൈഫിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് കുറച്ചധികം ലെസൺസ് പഠിച്ച ഡേ ആണ്. ഓൾ അബൌട്ട് ഐ എം വെരി ഹാപ്പി. ട്രൂ ജോയ്, റൈറ്റ്? ദാറ്റ് ആ ഒരു കാംനെസ് വരുന്നത് ഇസ് ബിക്കോസ് യു ഫുൾഫിൽഡ് യുവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അത് ആ ബർഡൻ ഒഴിഞ്ഞുപോയി എന്നുള്ളൊരു കോൺസെപ്റ്റും. 2, ഹി ടോക്ട് അബൌട്ട് മാനേജിങ് യുവർ സെൽഫ് ആൻഡ് അതിലൊരു പഞ്ചകോശ തിയറിയെ കുറിച്ച് സംസാരിച്ചു, നമ്മുടെ ശാസ്ത്രങ്ങളിൽ നിന്ന് വരുന്നത്. ഐ ഫൗണ്ട് ദറ്റ് വെരി ബ്യൂട്ടിഫുൾ. കുറേ തോട്ട് പ്രൊവോക്കിംഗ് ഐഡിയാസ് വന്നു, കുറേ ഇൻസൈറ്റ്സ് വന്നു. ദർ ആർ ലോട്ട് ഓഫ് ഡിസ്കഷൻ, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, ആൻഡ് ഓവറോൾ ഇറ്റ് വാസ് ഇൻസൈറ്റ്ഫുൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ വേറൊരു കൗൺസിലിങ്ങിന് എങ്ങാനും പോകണം എന്നൊരു പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ക്ലാസ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഈ ജോബിന് വേണ്ടി മാത്രമുള്ളൊരു സംഭവമായിരിക്കും എന്നാണ്. പക്ഷേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് നമ്മളെ തന്നെ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, ലവ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടിയത്. അതെനിക്ക് ഭയങ്കര ഇതായിട്ട് മോട്ടിവേഷനായിട്ട് തോന്നിയായിരുന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് അത് പേഴ്സണലി പറയുകയും ചെയ്തായിരുന്നു. ആക്ച്വലി രാവിലെ ഇവിടെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു കുറേ നാളാവും എന്തെങ്കിലും ക്ലാസ്സോ ഇങ്ങനെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ട്. ആഫ്റ്റർ എനിക്ക് 12th ശേഷം ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സേ അറ്റൻഡ് ചെയ്തിട്ടില്ല.
ബട്ട് ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു എഫേർട്ട് ഇടണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. അഫർമേഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് എനിക്കിപ്പോൾ ടേക്ക് അവേ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിൽ തന്നെ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻസ് എല്ലാം എന്താ പറയുക, സ്റ്റിൽ ഐ ഫീൽ അതിൻ്റെ കൈയൊക്കെ സംഭവമായിട്ടൊരു കോൾഡാണ്. ഇപ്പോൾ എനിക്കറിയില്ല, ബട്ട് ഐ ഫീൽ ഹാപ്പി. ഞാൻ വന്നപ്പോൾ കാലമുള്ള എന്തോ ഒരു ഹാപ്പിനെസ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഈ നമ്മുടെ മെഡിറ്റേഷൻ സെഷൻ ഉണ്ടായിരുന്നു. അതിൽ ഇതിന് മുന്നേ ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ പറയുന്ന ഒരു കാര്യവും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അന്നേരം എൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ കാണിച്ചു തരാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ബട്ട് ഇപ്രാവശ്യം എനിക്ക് ഒരു വല്ലാത്തൊരു ഫീൽ എനിക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ്. അതായത് എന്താ, നമുക്ക് ആ ഒരു ആദ്യം തൊട്ട് ഈ കാംനെസ്സിൻ്റെ ഒരു ഇതും എല്ലാം പറഞ്ഞു തന്നത് കൊണ്ടാവാം. പിന്നെ പ്രവീൺ പറഞ്ഞിരുന്ന അച്ഛൻ ഫാദർ എന്നുള്ളതാണ്. ബട്ട് എൻ്റെ അമ്മ മരിച്ചിട്ടൊരു 3 months ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ സ്ഥലത്തെല്ലാം അമ്മയെ കാണുകയായിരുന്നു. ഞാൻ ആക്ച്വലി അമ്മയെ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് അമ്മയെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ഇന്നിപ്പോൾ ആ സെഷനിൽ ഇരുന്നപ്പോൾ എനിക്ക് ശരിക്കും ഐ കുഡ് ഫീൽ അമ്മയെ കണ്ടു. എനിക്ക് സത്യം നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തിരിച്ചു വരാൻ തോന്നിയില്ല. കുറേ കാര്യങ്ങൾ എനിക്ക് പറയണമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ എനിക്ക് വളരെ പോസിറ്റീവായിട്ടും എൻ്റെ ആഗ്രഹങ്ങൾ കുറേ നടന്നതായിട്ടും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഈ സെഷനിൽ. താങ്ക്സ് ടു പ്രവീൺ. ഇന്നത്തെ എൻ്റെ വർക്ക്ഷോപ്പ് കോൺഷ്യസ് ലീഡർഷിപ്പ് വളരെ ഹാപ്പി ആയിട്ട് അത് അവസാനിപ്പിക്കാൻ പറ്റി. വളരെ നല്ലൊരു ക്രൗഡ് വന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാർ വന്നു. ഐ ഗോട്ട് സം വെരി ഗുഡ് ഇൻവിറ്റേഷൻ ടു ടേക്ക് സെഷൻസ് ഇൻ ദിയർ ഓഫീസേഴ്സ് ഫ്രം ടെക്നോ പാർക്കിലൊക്കെ അവരെൻ്റെ വന്ന പാർട്ടിസിപ്പൻസ് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ വളരെയധികം ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിനിങ് സെഷൻ. ഐ എം സോ ഹാപ്പി ടു ഷെയർ ദാറ്റ് ഇൻഫർമേഷൻ വിത്ത് ഓൾ ഓഫ് യു. നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി കുറെ പേരുടെ എന്തൊക്കെയോ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കൂട്ടി യോജിക്കുമ്പോൾ അറിയാം ഇതെങ്ങനെ വന്നിട്ടുണ്ടെന്ന്. ഞാൻ ആക്ച്വലി ആർട്ട് ലെയർ എന്ന് പറയുന്ന ഒരു സീരീസും കൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട് ഇപ്പൊ തന്നെ. എനിക്ക് തോന്നുന്നു ബിഹൈൻഡ് ദ സീൻസ് ഇപ്പം എന്തായാലും ജേർണിയിൽ ഇങ്ങനെ ഞാൻ ഒരുപാട് ബിസിനസ്സുകളുടെയൊക്കെ ബാക്ക് സൈഡിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം അത് ഡോക്യുമെന്റ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സീരീസിന്റെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത്. ഈ സീരീസിൽ ഒരുപാട് വീഡിയോസ് വരും. ഇത് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ടോ അങ്ങനെ ഇന്ന ഡേറ്റിൽ വരുന്നോ അങ്ങനെയൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ ജേർണിയിൽ ഞാൻ കാണുന്ന സാധനങ്ങളെല്ലാം ഇടണം എന്നുള്ളൊരു പ്ലാനാണ്. പിന്നെ പ്രോഗ്രാം ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് എപ്പം പോകുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു ഇവന്റ് ആയിട്ടാണ്. പുള്ളി തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ജേർണിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരാളാണ്. എന്നെ കോളേജിൽ നിന്ന് നേരെ MBAക്ക് വിട്ടതും പുള്ളിയുടെ ഒരു അഡ്വൈസിലായിരുന്നു. അതിനുശേഷവും അതിൻ്റെ കൂടെയും ആക്ച്വലി ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് എടുത്തു തുടങ്ങിയതും പുള്ളിയുടെ വീഡിയോസ് ചെയ്താണ്. അവിടെ നിന്നാണ് ഞാൻ ഇതിന്റെ പഠിത്തം കാര്യങ്ങളും തുടങ്ങിയത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു ജേർണിയിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ പരിപാടി എന്താണെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയാം. പക്ഷെ എന്നാലും ഓരോ പ്രാവശ്യം പോകുമ്പോഴും പുതിയ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നു. സോ ഈ വീഡിയോക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങളുടെ ടീം ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ സെൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.